ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ക്രാഫ്റ്റ് വില്ലേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ ക്രാഫ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല, ഞാൻ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ബോട്ടിൽ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ നമ്മുടെ ബോട്ടിൽ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വൈറ്റ് പെയിൻറ്റ് ബേസ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കാണ് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിനി ബേസ് കോട്ട് അടിച്ചതിന് പുറത്തൂടെ നമ്മൾ യെല്ലോ കളർ പെയിൻറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് യെല്ലോ കളർ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സാവധാനം സൂക്ഷിച്ച് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മളിന്ന് എടുത്തിട്ട് ബോട്ടിൽ നല്ലൊരു ഷേപ്പുള്ള ബോട്ടിലാണ്. എനിക്ക് ഈ ഒരു ഷേപ്പ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഈ ബ്രഷ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോഞ്ച് വെച്ച് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അതാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ പെട്ടെന്ന് ചെയ്തും കഴിയും. അപ്പോൾ നമുക്ക് അതാക്കാം. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ബ്രഷ് കൊണ്ട് ചെയ്തതിനേക്കാളും എത്രയോ പെട്ടെന്ന് നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ സ്പോഞ്ച് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് കഴിയാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ പിക്ചർ വരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് വലിയൊരു വൃത്തിയൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് സ്കെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ വരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നമ്മുടെ ബോർഡിലേക്ക് ഇത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രീ കുറച്ചുകൂടെ ഇങ്ങോട്ട് അടുപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് അടുത്ത് വെച്ച് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പോർഷൻ വരച്ചതിന് ശേഷം നമുക്ക് ഇത് കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചിട്ട് ട്രീ വരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ വരയ്ക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനത് ഒട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മളിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ട്രീ വരയ്ക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ ഈ വരച്ചിട്ടുള്ള പിക്ചറിൽ ട്രീ കുറച്ച് ഇപ്പുറത്തേക്ക് നീക്കിയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഈ ഒരു പോർഷനിലായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തായിട്ട് നമ്മുടെ ട്രേസിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ഈ മരം കൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ നന്നായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗമൊക്കെ ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ നമുക്കത് ബ്രഷ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു താഴെ ഈ ഒരു പോർഷനാണ് ബ്ലാക്ക് കളർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ അടിക്കാനായിട്ട് നമ്മുടെ അത്യാവശ്യം വലിയ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 5 സൈസുള്ള ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു കപ്പിൾസിനും അതുപോലെ തന്നെ ട്രീയും ഒക്കെ നമുക്ക് ബ്ലാക്ക് വെച്ച് തന്നെയാണ് വരയ്ക്കാനുള്ളത്. നമുക്ക് അത് നമ്മുടെ ചെറിയ 00 സൈസുള്ള ബ്രഷ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ കപ്പിൾസിന് ഇതുപോലെ നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ട്രീക്ക് കളർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ട്രീയിൽ 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്കും അതുപോലെ തന്നെ റെഡും യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 3 കളറായിട്ടും ചെയ്യാം. നമ്മൾ റെഡിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റോസോ അതുപോലത്തെ ഏതെങ്കിലും കളർ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ പുല്ലും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ കളേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതുപോലെ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറയുന്നതിൽ ലവ് ചിഹ്നം പോലെയാണ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മറ്റേ റോസ് ഒരിത്തിരി കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് നമ്മുടെ
കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു റോസ് ഉണ്ട്, അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഈ ട്രീ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് റെഡും റോസും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ തോന്നുന്നുണ്ട്. എങ്കിലും നമുക്ക് 2 കളറും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഞാനിതവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതുപോലെ ഞാൻ സാരിയിൽ നമ്മുടെ കഥകളി വരച്ചിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.